നമസ്കാരം. സംസ്കൃതിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനുള്ള നമ്മുടെ പ്രിപ്പറേഷൻ ആണ്. ഏറ്റവും ആദ്യത്തെ മൊഡ്യൂൾ, നമ്മുടെ മൊഡ്യൂളുകളൊക്കെ ഏതൊക്കെയാണെന്നും അതിലെ ഉള്ളടക്കമൊക്കെ നമ്മൾ കൃത്യമായി ചർച്ച ചെയ്തതാണ്. ഇതില് ആദ്യത്തെ മൊഡ്യൂളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മലയാള ഭാഷാ ചരിത്രം. വ്യാകരണവും ഉണ്ട്. വ്യാകരണം ഇതിന്റെ ബി പാർട്ടാണ്. എ പാർട്ടാണ് മലയാള ഭാഷാ ചരിത്രം. അപ്പോ എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിന്റെ ഇടയ്ക്ക് തന്നെ പറഞ്ഞു പോകും. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർക്ക് അപ്പൊ തന്നെ മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം കേട്ടോ. കാരണം ഇത് റേഡിയോ പോലെ ഞാൻ എല്ലാം പറയുന്നു, നിങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കുന്നു, അങ്ങനെയൊന്നുമല്ല. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു പോകാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതിനു മുൻപ് ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ളവരുണ്ടായിരിക്കും. എഴുതിയിട്ടുള്ളവരുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ, എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് എന്ന്? നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മലയാള ഭാഷാ ചരിത്രം എന്നുള്ളതാണ്. അപ്പോ ഇതിൽ ആദ്യത്തെ ഭാഗം നമ്മുടെ ഭാഷകളുടെ കുടുംബങ്ങളെ കുറിച്ചുള്ളൊരു ഭാഗമാണ്. ഭാഷയുടെ കുടുംബം. ഭാഷയ്ക്ക് കുടുംബം ഉണ്ടോ? ഭാഷകൾക്ക് കുടുംബം ഉണ്ടോ? ഇവിടെ എല്ലാവർക്കും പറയാം കേട്ടോ. അപ്പൊ തന്നെ അൺമ്യൂട്ട് ചെയ്ത് പറയാവുന്നതാണ് കേട്ടോ. നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ആനുവംശിക വർഗീകരണം അല്ലെങ്കിൽ ഗോത്ര വിഭജനം എന്നൊക്കെ. എന്താണ് അതിന്റെ ആ ഒരു ഐഡിയ എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? ഒന്ന് ചുരുക്കി. ഹലോ, കേൾക്കാം ടീച്ചർ. പറഞ്ഞോ. ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്താണ് ആനുവംശിക വർഗീകരണം അല്ലെങ്കിൽ ഭാഷാ ഗോത്രം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? തെറ്റിക്കോട്ടെ, തെറ്റുന്നതൊക്കെ നല്ലേ, നമുക്ക് തെറ്റിൽ നിന്നല്ലേ നമ്മൾ ശരിയൊക്കെ പഠിക്കുക. ആരോ പറയാൻ തുടങ്ങി, പറഞ്ഞു. ഒരേ പൂർവ്വ ഭാഷയിൽ നിന്ന് രൂപം കൊണ്ട ഭാഷകളുടെ കൂട്ടം. അതെ, അത് തന്നെ കാര്യം. അതായത് നമുക്ക് ചില ഭാഷകൾ കാണുമ്പോ അല്ലെ പഠിക്കുമ്പോ നമുക്ക് തോന്നും ഇതിന് മറ്റൊരു ഭാഷയുമായിട്ട് അല്ലെങ്കിൽ ഇന്ന ഭാഷയുമായിട്ട് നമുക്കൊരു ബന്ധം തോന്നിപ്പിക്കും. അതിന്റെ വ്യാകരണ തരത്തില് അല്ലെങ്കിൽ അതിന്റെ പദങ്ങളുടെ ഘടനയില് ഒക്കെ. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ആ ഭാഷകൾ നമുക്ക് അവസാനം ആ ഭാഷകളെ കുറിച്ചെല്ലാം പഠിച്ചു പോകുമ്പോൾ മനസ്സിലാകും ഇത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഭാഷയിൽ നിന്ന് പല കാലങ്ങളായി വേർതിരിഞ്ഞ ഭാഷകളാണ് എന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആനുവംശിക വർഗീകരണം. എന്താണ് ആനുവംശികം എന്ന് വെച്ച് കഴിഞ്ഞാൽ വംശം അല്ലെ, ഒരേ വംശത്തിൽ പെടുന്ന ഭാഷകളായി വർഗീകരിക്കുന്നതിനാണ് നമ്മൾ ആനുവംശിക വർഗീകരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ നമ്മൾ ഗോത്രങ്ങൾ, ഭാഷയുടെ ഗോത്രങ്ങൾ എന്ന് വിളിക്കും. നമുക്ക് പലതരത്തിൽ നമുക്ക് ലോകത്തിലെ ഭാഷകളെയൊക്കെ നമുക്ക് വിഭജിക്കാൻ പറ്റും. അത് ഒന്ന് ആനുവംശികം, കക്ഷ്യാപരം. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട വർഗീകരണ രീതികൾ എന്ന് പറയുന്നത്. ഭാഷകളെ വംശാവലിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന്റെ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ കണക്കാക്കി വർഗീകരിക്കുന്നത്, കക്ഷികളായിട്ട് വർഗീകരിക്കുന്നത്. ഇതിലെ കക്ഷികളൊക്കെ നമ്മൾ പ്യുവർ ഭാഷാശാസ്ത്രമാണ്, നമ്മളത് ഭാഷാശാസ്ത്രം പഠിക്കുമ്പോൾ പഠിക്കും. ഈ ആനുവംശിക വർഗീകരണം ഇതിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണോ ഈ മൊഡ്യൂളിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്നുള്ളതാണ് ഉത്തരം. പക്ഷേ നമുക്ക് ഭാഷാശാസ്ത്രത്തിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. കാരണം നമ്മളിപ്പോ ഇത് പഠിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും ആവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഒരു കാര്യം ഒറ്റ തവണ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത കാര്യത്തിന് വരുമ്പോൾ അതുകൂടെ ചേർത്ത് ഒന്ന് കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ആനുവംശിക വർഗീകരണം ഇതിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാമെന്ന് കരുതിയത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആനുവംശികമെന്നും കക്ഷ്യാപരമെന്നും ഭാഷകളെ രണ്ടായിട്ട് വേർതിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോ ഈ ഒരു ആനുവംശികം നമ്മൾ പറയും ജൈവിക ബന്ധം അല്ലെ, ഒരു ജീവബന്ധമാണ്. ജീവം എന്നുള്ളതിൽ നിന്നുള്ളതാണല്ലോ ജൈവികം എന്ന് പറയുന്ന പദം. ഒരു ഭാഷയുടെ ഉൽപ്പത്തികൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു വരുമ്പോഴാണ് നമ്മൾ ഈ ഭാഷാ കുടുംബം എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പൊ നേരത്തെ നസീഹയാന്ന് തോന്നുന്നു അല്ലെ, നസീഹയല്ലേ പറഞ്ഞത് ഒരു മൂലഭാഷയിൽ നിന്ന് പല കാലങ്ങളിലായി വിവിധ തരം മാറ്റങ്ങളിലൂടെ പല വിഭിന്ന ദേശങ്ങളിൽ വളർന്നു വന്ന് സ്വതന്ത്ര ഭാഷകളായി തീരുന്ന ഭാഷകളെയാണ് നമ്മൾ ജൈവിക ബന്ധമുള്ള ഭാഷകൾ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു മൂല കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു വന്നത് എന്ന് അനുമാനിക്കാൻ കഴിയുന്ന സ്വതന്ത്ര ഭാഷകളുടെ സമൂഹത്തെയാണ് ഭാഷാ കുടുംബം അല്ലെങ്കിൽ ഭാഷാ ഗോത്രം എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ഭാഷകളുടെ ക്രമാനുഗതമായിട്ടുള്ള മാറ്റത്തിൽ അധിഷ്ഠിതമാണ് ഈ ഭാഷാ ഗോത്രം എന്ന് പറയുന്ന സങ്കല്പം. പല മാറ്റങ്ങൾക്കും വിധേയമായിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ അതിന്റെ ഉള്ളിൽ ആന്തരികമായിട്ട് എവിടെയെങ്കിലുമൊക്കെ നല്ല നല്ല സാമ്യങ്ങൾ കാണും. അപ്പൊ അതിനെയൊക്കെ ഈ ചരിത്രപരമായി വിലയിരുത്തിയിട്ടാണ് നമ്മൾ ഈ ഭാഷകളെല്ലാം ഒറ്റ കുടുംബത്തിൽ പറഞ്ഞ ഭാഷകളാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവയെ ഒരു ഭാഷാ കുടുംബം എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തുന്നത്. ചിലപ്പോ പറയുന്ന ഈ ഭാഷയുടെ അമ്മയാണ് ഈ ഭാഷ, ചിലപ്പോ അച്ഛനാണെന്ന് പറയും, ചിലപ്പോ ഇത് സഹോദരിമാരാണ് ഈ ഭാഷ, അല്ലെ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ ഈ ഭാഷയുടെ മകളാണ് ഇന്ന ഭാഷ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഈ കുടുംബം, നമ്മൾ സാധാരണ ഒരു വീട്ടിൽ ഒരു ഒരാളുടെ ബന്ധം നമ്മൾ പറയത്തില്ലേ, ഇന്നയാളുടെ അമ്മയാണ് അല്ലെ അച്ഛനാണ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഭാഷകൾക്കും ഇത്തരം കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു കാര്യം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പേരുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ ആനുവംശിക വർഗീകരണത്തിലാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ, ക്ലിയർ ആകുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ എങ്ങനെയാണ് ഈ ഭാഷാ ഗോത്രം എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാകുന്നത്? ശരിക്കും അത് ആ ഒരു സങ്കല്പം അല്ലെങ്കിൽ ആ ഒരു പഠനം വരുന്നത് നമ്മുടെ പാശ്ചാത്യ ഭാഷാ പണ്ഡിതന്മാരൊക്കെ സംസ്കൃതം പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ. അപ്പോ ഈ ഗ്രീക്കും ലാറ്റിനും സംസ്കൃതവും ഒക്കെ തമ്മിൽ നല്ല ബന്ധം ചിലർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ വഴിക്കുള്ള അന്വേഷണങ്ങൾ ചെന്നെത്തിയപ്പോഴാണ് ഇവരെല്ലാം ഒരൊറ്റ അമ്മ പെറ്റ മക്കളാണെന്നുള്ള രീതിയിൽ അവരിതെല്ലാം കൂടെ ഒരൊറ്റ കുടുംബത്തിൽ പിറന്ന ഭാഷകളാണ് എന്ന് മനസ്സിലാക്കുന്നത്. ശരിക്കും ഈ സംസ്കൃതത്തിനും ലാറ്റിൻ ഭാഷയ്ക്കും ഒക്കെ ഈ പദതലത്തിലും വ്യാകരണ തലത്തിലും ഒക്കെ സാദൃശ്യമുണ്ട് എന്ന് ആദ്യമായിട്ട് സൂചിപ്പിച്ചത് ജസ്യൂട്ട് പാതിരിയായിട്ടുള്ള കോർദോയാണ്. അത് 1767 പക്ഷെ അദ്ദേഹം അവതരിപ്പിച്ച ആ ഒരു ആശയം പിന്നെ അധികം ആരും അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പോയില്ല. പിന്നെ ഈ ഒരു ആശയം കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് സർ വില്യം ജോൺസ്, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. സർ വില്യം ജോൺസ് ഭാഷാ ഗോത്ര സങ്കല്പനത്തെ കുറിച്ച് അദ്ദേഹം നമ്മുടെ കൽക്കട്ടയിലെ ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ ഒരു പ്രഭാഷണം നടത്തി. ആ വർഷം ഒന്ന് നോക്കിക്കോണേ, 1786. ഓക്കെ, സർ വില്യം ജോൺസ് 1786 കൽക്കട്ടയിലെ ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിലാണ് ഈ ഒരു വിഷയം വളരെ ഗൗരവമായി എടുക്കാനുള്ള കാരണം. അദ്ദേഹം പറഞ്ഞ ഇതാണ്: സംസ്കൃത ഭാഷ അതിന്റെ പഴക്കം എത്രയായാലും അത്ഭുതകരമായ ഘടനയോടുകൂടിയതാണ്. ഗ്രീക്ക് ഭാഷയേക്കാൾ പൂർണ്ണതയുള്ളതും ലാറ്റിൻ ഭാഷയേക്കാൾ ഗ്രന്ഥസമ്പത്തുള്ളതും രണ്ടിനേക്കാളും ആകർഷകമായ രീതിയിൽ പരിഷ്കൃതവുമാണ്. സംസ്കൃതത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഗ്രീക്കിനേക്കാളിലും പൂർണ്ണതയുള്ള ഭാഷയാണ്. ലാറ്റിൻ ഭാഷയിലുള്ളതിനേക്കാളേറെ പുസ്തകങ്ങളും സംസ്കൃത ഭാഷയിലുണ്ട്. ഈ രണ്ടെണ്ണത്തിനേക്കാളേറെ വളരെ മികച്ച രീതിയിൽ പരിഷ്കൃതവുമാണ് സംസ്കൃത ഭാഷ. പക്ഷേ ധാതുക്കളിലും വ്യാകരണ രൂപങ്ങളിലും ഈ സംസ്കൃതത്തിന് ഈ രണ്ട് ഭാഷകളുമായി അടുത്ത ബന്ധമുണ്ട്. ഈ ബന്ധം യാദൃച്ഛികമാകാൻ ഇടയില്ല. ഇതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ ബന്ധം യാദൃച്ഛികമാകാൻ ഇടയില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാ പറഞ്ഞു. ഇത് വെറും ഒരു കോയിൻസിഡൻസ് അല്ല, വെറുതെ ഒരു ഭാഷയ്ക്ക് മറ്റു രണ്ട് ഭാഷകളുമായിട്ട് ബന്ധമുണ്ടായതല്ല. ഇപ്പോൾ പ്രചാരത്തിലില്ലാത്ത ഏതോ ഒരു മൂലഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് വിശ്വസിക്കാതെ ഈ മൂന്ന് ഭാഷകളെയും ഒരു ഭാഷാ വിജ്ഞാനിക്കും പരിശോധിക്കാൻ കഴിയില്ല. കണ്ടോ, അപ്പൊ തന്നെ പോയിന്റ് ക്ലിയർ ആയി. ഏതോ ഒരു ഇപ്പൊ നിലവിലില്ല, ഒരു മൂലഭാഷ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്, അത് ഇന്നും നിലവിലില്ല. ആ ഭാഷയിൽ നിന്നാണ് സംസ്കൃതമായാലും ഗ്രീക്ക് ആയാലും ലാറ്റിൻ ആയാലും ഉത്ഭവിച്ചത് എന്ന് മനസ്സിലാക്കാതെ ഒരാൾക്കും ഈ മൂന്ന് ഭാഷകളെ കുറിച്ചും പഠിക്കാൻ പറ്റില്ല എന്ന് സർ വില്യം ജോൺസ് പറഞ്ഞ ആ ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ആ ഒരു നിരീക്ഷണത്തിൽ നിന്നാണ് ഭാഷാ ഗോത്ര വിഭജനങ്ങളുടെ ആരംഭം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആ ഒരു അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ആ ഒരു ബന്ധം യാദൃച്ഛികമാകാനിടയില്ല. ഇപ്പോൾ പ്രചാരത്തിലില്ലാത്ത ഏതോ ഒരു മൂലഭാഷ, ആ പറയുന്ന ഭാഗങ്ങളൊക്കെ ഈ ഭാഷാ ഗോത്ര സങ്കല്പത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന മുഖ്യ നിരീക്ഷണങ്ങളായി മാറി. ചരിത്രാതീത കാലത്ത് ഒരിടത്ത് വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകള് ഏതോ ഒരു ഭാഷ സംസാരിച്ചിരുന്നു. ഈ ഒരു സമൂഹത്തിൽ നിന്ന് പല കാലഘട്ടങ്ങളിലായി ചില കൂട്ടര് പല ദേശങ്ങളിലേക്ക് ചെന്ന് പാർത്തിട്ടുണ്ടാവണം. കുടിയേറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഓരോ സ്ഥലത്ത് ചിലപ്പോൾ താമസിക്കാൻ പറ്റില്ല, ചിലപ്പോൾ തൊഴിൽ തേടിയൊക്കെ ആവാം അല്ലെ. അങ്ങനെ പല ദേശങ്ങളിലേക്ക് മാറി മാറി താമസിക്കുമ്പോൾ അവരുടെ ജീവിത രീതികളും സാഹചര്യങ്ങളും ഒക്കെ അവരുടെ ആ ഒരു ആദ്യത്തെ ഭാഷയില് ആദ്യത്തെ സമൂഹത്തിൽ നിന്ന് മാറ്റാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവണം. അങ്ങനെ
വൈവിധ്യമുള്ള ആ ഒരു പരിതസ്ഥിതി കഴിഞ്ഞുകൂടിയവരുടെ സംസാര രീതികൾക്കും കാലക്രമത്തിൽ മാറ്റം സംഭവിക്കും. അതിന്റെ ഫലമായിട്ട് ഓരോ ദേശത്തെ ഭാഷയും മൂലഭാഷയിൽ നിന്ന് അകലുകയും കാലാന്തരത്തിൽ സ്വതന്ത്ര ഭാഷയാവുകയും ചെയ്തിട്ടുണ്ടാവണം. ഇപ്പൊ ജൈവിക ബന്ധമുള്ള ഭാഷകളുടെ കുടുംബം ഉണ്ടായത് ഈ ഒരു രീതിയിലായിരിക്കും, അല്ലെ? അപ്പൊ ഒരിടത്ത് ഒരൊറ്റ ഭാഷ സംസാരിച്ചിരുന്ന ആളുകൾ പല കാലഘട്ടങ്ങളിലായി പല ദേശങ്ങളിലേക്ക് മാറുമ്പോൾ അവരുടെ സംസാരത്തിൽ ഉണ്ടാകുന്ന, അല്ലെ അവരുടെ ഭാഷയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അങ്ങനെ ആ മാറ്റങ്ങൾ വന്ന് അവസാനം ആ പഴയ ഭാഷയിൽ ഇതുമായിട്ട് വലിയ ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ബന്ധം തോന്നത്തില്ല. പക്ഷെ സൂക്ഷ്മ പരിശോധനയെ നമുക്ക് മനസ്സിലാകും ഈ ഭാഷ ഇന്ന ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചതല്ലേ എന്നൊരു സംശയം നമുക്ക് തോന്നും. അതാണ് ആനുവംശിക വർഗീകരണം എന്ന് പറയുന്നത്. ഉത്ഭവം ഒരിടത്ത് നിന്നായതുകൊണ്ട് അംഗഭാഷകളിൽ, അതായത് സജാതീയ ഭാഷകളിൽ, അല്ലെ, സജാതം ഒരേപോലെ ജനിച്ചത്, സജാതം അല്ലെ ഒരേപോലെ ജം എന്ന് വെച്ചാൽ ജനിക്കുക എന്നുള്ളതാണ്. ഒരേപോലെ ജനിച്ച ഭാഷകളിൽ സാദൃശ്യമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അംഗഭാഷകളിലെ സാദൃശ്യങ്ങളെ താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ ഈ മൂലഭാഷയുടെ സ്വഭാവം എന്തായിരുന്നിരിക്കണം എന്ന് നിർണയിക്കുന്നത്. ചിലപ്പോൾ ഇന്ന് മൂലഭാഷ നിലവിലുണ്ടായിരിക്കില്ല, പക്ഷേ ഇപ്പൊ നിലവിലുള്ള ആ കുഞ്ഞു കുഞ്ഞു ഭാഷകളൊക്കെ അപഗ്രഥിച്ച് ചെല്ലുമ്പോഴേക്കും നമ്മുടെ പഴയ ഭാഷയുടെ സ്വഭാവം നമുക്ക് പിടികിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇന്ന് പിന്നീട് ആന്തര പുനഃസൃഷ്ടിയും ബാഹ്യ പുനഃസൃഷ്ടിയൊക്കെ പിൽക്കാലത്ത് നമ്മൾ നടത്തി വരുന്നത്. അതൊക്കെ നമ്മൾ ഭാഷാശാസ്ത്രം പഠിക്കുമ്പോൾ പഠിക്കും. അപ്പോ ആനുവംശിക വർഗീകരണത്തിന്റെ ആദ്യകാലത്തെ ആചാര്യന്മാരെന്ന് പറയുന്നത് ഡെൻമാർക്കുകാരനായിട്ടുള്ള റസ്മസ് റസ്ക്. ഈ പേരൊക്കെ ഒന്ന് നോക്കിക്കോണേ. റസ്മസ് റസ്ക്, അമേരിക്കക്കാരനായിട്ടുള്ള ഫ്രാൻസ് ബോപ്പ് എന്നിവരാണ്. ശരിക്കും ലോകത്ത് 6500-ലധികം ഭാഷകൾ ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. 2021 കണക്കാ കേട്ടോ. പിന്നെ ഈ ഘടനാപരമായിട്ടുള്ള സവിശേഷതകളും പ്രകൃതി, പ്രത്യയം, പിന്നെ വാക്യഘടന തുടങ്ങിയവയൊക്കെ കണക്കിലെടുത്ത് ഭാഷകളെ പല ഗോത്രങ്ങളിലായി ഭാഷാശാസ്ത്രജ്ഞന്മാര് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പല ഗോത്രങ്ങളിലായി എങ്ങനെ ഭാഷയെ വർഗീകരിച്ചിരിക്കുന്നു, ഓരോ പ്രധാനപ്പെട്ട ഗോത്രങ്ങൾ ഏതൊക്കെയാണ്, അതിലെ പ്രധാനപ്പെട്ട ഭാഷകൾ ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനു മുൻപ് നമ്മളോടൊരു നമുക്ക് ആദ്യം 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും, 5 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും, 8 മാർക്കിന്റെ എസ്സേ ചോദ്യങ്ങളും ഉണ്ടാകും. ഒരു 3 മാർക്കിന്റെ ചോദ്യത്തിന് ആനുവംശിക വർഗീകരണം അല്ലെങ്കിൽ ഭാഷാ ഗോത്രത്തിന്റെ വിഭജനം അതിന് ആ ഒരു കോൺസെപ്റ്റിനെ വിശദീകരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, മനസ്സിലായോ ഇല്ലയോന്ന് അറിയാൻ വേണ്ടിട്ട്. എന്താണ് ആനുവംശിക വർഗീകരണം? ഭാഷകളുടെ ആനുവംശ വർഗീകരണത്തെ പരിചയപ്പെടുത്തുക എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാല് എന്ത് പറയാം? ആരെങ്കിലും ഇത് നമ്മൾ പറഞ്ഞ് എഴുതി തന്നെ പഠിക്കണം കേട്ടോ. കാരണം നമ്മൾ നെറ്റിനൊക്കെ പറയുന്ന പോലെ നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിച്ചു, അത് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു പോയി ഇരിക്കരുത്. കാരണം ആ ഒരു രീതിക്ക് പോയിരുന്നു കഴിഞ്ഞാൽ പണി പാളും. നമ്മൾ ഈ ഇതുപോലെയുള്ള പരീക്ഷ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആണെന്ന് ഓർക്കണം. നമ്മൾ എഴുതി തന്നെ പഠിക്കണം. കാര്യം അതിൻ്റെ അകത്ത് നമുക്കെല്ലാം മനസ്സിലുണ്ടാകും, പക്ഷെ എഴുതാനായിട്ട് പറ്റുന്നില്ല, എന്ത് ചെയ്യും? ആരെങ്കിലും? ടീച്ചർ ഒരു ഡൗട്ട്. ടീച്ചർ നമ്മള് പോയിന്റ് ആയിട്ടല്ലല്ലോ, നമ്മള് പാരഗ്രാഫ് വൈസ് അല്ലേ എഴുതുക? പാരഗ്രാഫ് വൈസ് ആണ് എഴുതുന്നത്. അതെ, പാരഗ്രാഫ് ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. പോയിന്റ് ആയിട്ട് നമ്മൾ പോയിന്റുകൾ തന്നെ പാരഗ്രാഫ് ആയിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. കാരണം നമുക്കിപ്പോ ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും തരുന്നത്. നമുക്ക് പരീക്ഷയ്ക്കൊക്കെ എഴുതുന്ന പോലെ ഓരോ അഡീഷണൽ ഷീറ്റ് അങ്ങ് എഴുതി കൂട്ടാം എന്ന് വിചാരിച്ച് പോകരുത് കേട്ടോ. ഇത് നമുക്കൊരു ബുക്ക്ലെറ്റ് ആയിരിക്കും തരിക. അതിൽ ഒരു 3 മാർക്കിന്റെ ഒരു ചോദ്യത്തിന് ചിലപ്പോൾ 5 6 വരിയൊക്കെ നമുക്ക് തരത്തുള്ളൂ, ചിലപ്പോൾ ഒരു അര പേജ്. അതിനുള്ളിൽ നമ്മൾ ഈ പോയിന്റുകളെല്ലാം എഴുതി വെച്ചിരിക്കണം. പിന്നെ ഇതിന്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് PSCയുടെ രീതി തന്നെയാണ്, മനുഷ്യരെല്ലാം നോക്കുന്നതെന്നും കൂടി ഓർത്തോണം. അപ്പൊ കൃത്യമായിട്ടുള്ള ആ പോയിന്റുകൾ, ആ കീവേഡുകൾ അതിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് തരത്തുള്ളൂ. യന്ത്രമാണ് നമ്മുടെ ഉത്തരക്കടലാസ് പരിശോധിക്കുന്നതെന്നുള്ള ബോധം കൂടി നമുക്ക് പോകുമ്പോൾ ഉണ്ടാവണം. അപ്പൊ കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ് നമുക്ക് പ്രധാനം. പിന്നെ
ചെരിച്ചു വെച്ച് എഴുതരുത്. നമുക്കിപ്പോ എഴുതി വരുമ്പോഴേക്കുള്ള സ്ഥലം തികയുന്നില്ല, എന്തോ ചെയ്യും, ഇങ്ങനെ തിരിച്ചു വെച്ച് മാർജിനിൽ അങ്ങോട്ട് എഴുതിയേക്കാമെന്ന് വിചാരിച്ച് എഴുതരുത്. മാർക്ക് കിട്ടില്ല കേട്ടോ. അവരത് യന്ത്രം അത് റീഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചുരുക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. മൂന്ന് സെന്റൻസിന്റെ ആശയങ്ങൾ നമുക്ക് പറ്റുവാണെങ്കിൽ ഒരൊറ്റ സെന്റൻസിലാക്കി അങ്ങോട്ട് എഴുതുക. അങ്ങനെ ചുരുക്കി എഴുതാനും പഠിക്കണം. നമ്മൾ പരത്തി എഴുതാനും പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു പരീക്ഷയിൽ ആ ഒരു കട്ട് ഓഫിനുള്ളിൽ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ, ആനുവംശിക വർഗീകരണത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറഞ്ഞാല്